സഭയിൽ 7 കൂദാശകളാണല്ലോ ഉള്ളത്. ഈ 7 കൂദാശകളല്ലാതെ ആശീർവാദങ്ങൾ മറ്റെന്തെങ്കിലും പേരിൽ അറിയപ്പെടുന്നുണ്ടോ? അപ്രകാരമുള്ള ആശീർവാദങ്ങൾ ഏതൊക്കെയാണ്? സാനിയ ചോദിക്കുന്നത് ഒരുപക്ഷെ കൂദാശകൾ കൂടാതെ സഭയിലുള്ള പ്രാർത്ഥനകളെ കുറിച്ചായിരിക്കാം. അതിന് കൂദാശ അനുകരണങ്ങൾ എന്നാണ് സാധാരണഗതി പറയുക. കൂദാശകൾക്ക് ഇംഗ്ലീഷിൽ സാക്രമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഇതിന് സാക്രമെൻ്റൽസ് എന്നാണ് എന്ന് പറഞ്ഞാൽ കൂദാശകളുടേതായ ചില പ്രാർത്ഥനാ ശൈലി അതിനുണ്ട് എങ്കിലും അതിൽ തന്നെ കൂദാശയല്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ ഒരു പുതിയ വീട് നിർമ്മിച്ചു, വീട് വെഞ്ചരിക്കും. വീട് വെഞ്ചരിപ്പ് എന്ന് പറയുന്നത് ഒരു ആത്മീയ കർമ്മമാണ്. ആ കർമ്മം ഒരു കൂദാശയാണോ എന്ന് ചോദിച്ചാൽ കൂദാശയല്ല. അതേസമയം അത് പ്രത്യേക പ്രാർത്ഥന ചൊല്ലി അതിനെ വിശുദ്ധീകരിച്ച് ദൈവത്തിന് സമർപ്പിക്കുകയും മനുഷ്യന് കൃപയോടെ വസിക്കാൻ യോഗ്യമാക്കുകയും ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. അതിനെ കൂദാശ അനുകരണം എന്ന് വിശേഷിപ്പിക്കാൻ പറ്റും. ഇപ്പം കല്യാണം അതൊരു കൂദാശയാണ്, വിവാഹം ഒരു കൂദാശയാണ്. അതേസമയം ഒത്തുകല്യാണം ഒരു കൂദാശയല്ല, അതിനെ വേണ്ടി നമുക്ക് കൂദാശ അനുകരണം എന്ന് പറയാം. അതുമല്ല എങ്കിൽ നമ്മൾ വിശുദ്ധ കുർബാനയോടനുബന്ധിച്ച് ചെയ്യുന്ന ചില കാര്യങ്ങൾ, ഇപ്പം നൊവേന, കുരിശിൻ്റെ വഴി, ഇതൊക്കെയും കൂദാശകളല്ല, മറിച്ച് കൂദാശ അനുകരണങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഓശാന ഞായറാഴ്ച നമ്മൾ ഓല വെഞ്ചരിക്കുന്നു, ഒരു തിരുക്കർമ്മമാണ്. പക്ഷേ ആ ഓല പരിശുദ്ധമായി നമ്മൾ വിശ്വസിക്കുകയും സ്വീകരിക്കുകയും അത് വീട്ടിൽ കൊണ്ടുവന്ന് സൂക്ഷിക്കുകയും ചെയ്യുന്നു. അത് കൂദാശ അനുകരണങ്ങൾ എന്നാണ് അതിനെ വിളിക്കുക. ഈ കൂദാശ അനുകരണങ്ങൾ കൂദാശകളിൽ നിന്ന് വ്യത്യസ്തമാണ് താൻ. എന്നാൽ അവ കൂദാശകൾ എന്നതുപോലെ ദൈവിക വരപ്രസാദത്തെ നമുക്ക് വ്യത്യസ്ത രീതിയിൽ രൂപത്തിൽ സംലഭ്യമാക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. കൂദാശകൾ എന്ന് പറയുമ്പോൾ ഈശോ സ്ഥാപിച്ച 7 കൂദാശകളാണ്. മറ്റുള്ളവയൊക്കെയും ഈ കൂദാശകൾ സ്വീകരിക്കാൻ ചിലപ്പോൾ നമ്മളെ യോഗ്യരാക്കുന്ന, നമ്മുടെ വിശ്വാസ ജീവിതത്തെ ആഴപ്പെടുത്താൻ ഉപകരിക്കുന്ന, നമ്മുടെ ആധ്യാത്മിക യാത്രയെ കൂടുതൽ ആയാസരഹിതമാക്കുന്ന തിരുക്കർമ്മങ്ങളാണ്. ഇപ്പം തീർത്ഥാടനം നടത്തുക, അത് ഒരു കൂദാശ അനുകരണമാണ്. അതുകൊണ്ട് ഈ കൂദാശ അനുകരണങ്ങൾ എന്നത് ക്രൈസ്തവ വിശ്വാസത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. കത്തോലിക്ക സഭ ഇത്തരം കൂദാശാനുകരണങ്ങളെ ഏറെ ആദരവോടെ നോക്കിക്കാണുകയും അവയിലൂടെ ആധ്യാത്മിക വളർച്ചയ്ക്ക് വഴിയൊരുക്കാൻ പ്രതിജ്ഞാബദ്ധയാണ് താൻ.